ചാമുണ്ടേശ്വരി ദേവി സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എല്ലാ ഭക്തജനങ്ങളും അമ്മേ സ്വന്തം ദേവി ജനം എന്ന മന്ത്രം ചൊല്ലുക. ദേവി നമ്മുടെ സന്നിധിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ ചാമുണ്ടേശ്വരി ദേവി സന്നിധിയിൽ എത്തിയിരിക്കുകയാണ്. എല്ലാവരും ഭക്തപൂർവ്വം നാമം ജപിക്കുക. സാവധാനം ഇറങ്ങി വന്ന് കൊണ്ടുവരിക. ആദ്യം നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ അതിൻ്റെ പേരിൽ മാനുഷികമായിട്ടുള്ള പരിഗണനയാണ് പ്രശ്നങ്ങൾ കൃത്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് തസ്യശാസ്ത്ര വിദഗ്ധനായിട്ടുള്ള അദ്ദേഹം നമുക്ക് മാർഗനിർദ്ദേശത്തിൽ സന്തോഷ് അവർകൾ അതൊരു ശാസ്ത്രമാണ്, തസ്യശാസ്ത്രമാണല്ലോ. അപ്പോൾ ആ ശാസ്ത്രവിഹിതമായിട്ട് നിർമ്മിച്ചതാണ് പ്രധാന ശ്രീകോവിൽ എന്ന് പറയുന്നത്. പ്രാസാദം അഥവാ ഗർഭഗ്രഹം അഥവാ ശ്രീകോവിൽ 3 പേരിലാണ് അറിയപ്പെടുന്നത്. അതുപോലെ നാളെ വെള്ളിയാഴ്ച ഒരു സൃഷ്ടി പ്രക്രിയ നടക്കും. ഗ്രഹം എന്ന് പറയുന്നത് സൃഷ്ടിയാണുള്ള പ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു സൃഷ്ടിയാണുള്ള. അപ്പം അതിൻ്റെ പേരിൽ അതിനെ ഗർഭഗ്രഹം എന്ന് പറയും. അപ്പോൾ തച്ചുശാസ്ത്ര നിയമപ്രകാരം ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ദേവിയുടെ ശരീരമാണ്. ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് മണിഭൂഷണത്തിലും മനോജ്ഞമലർമാലതന്നിലും ഹേമവിഗ്രഹമരീതിവേടുങ്ങി കോമളപ്രഭതിളങ്ങണേ വിഭോ മാറ്റി നിൻമുഖരസം മറച്ചതിൽ കോട്ടി പുൽകരുതുമരേ. ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്, പല സന്ദർഭങ്ങളിൽ ഞങ്ങൾ വിളിക്കുകയും ഇവിടെ വരുമ്പോഴും ഒക്കെ അത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള സഹകരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് അത് കടമയാണ്. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വളരെ നല്ല കാര്യമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇടപ്പള്ളിയിൽ നമ്മൾ ഉണ്ടാക്കാനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി ഏറ്റവും അടുത്ത പദ്ധതി അതിലേക്ക് പോകാം. കാരണം അത് ക്ഷേത്രം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സാധനമാണ്. അത് ആ കാര്യമായിട്ട് എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് പഠിത്തരമൊക്കെ വരും. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്ന വിധത്തിലേക്ക് നമുക്കൊരു ക്ഷേത്രത്തിന് ഒരു ആചാര അനുഷ്ഠാനങ്ങൾ വേണം. ഇതിപ്പോൾ നമ്മളൊരു മതിലിനുള്ളിൽ ഇത് ചെയ്തിരിക്കുന്നു. ഈ മതിലിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ഒരു മര്യാദ ഉണ്ടാവണം. ആ മര്യാദകൾ ക്ഷേത്രാചാര മര്യാദകൾ എന്ന് പറയും. മര്യാദാ സീമ എന്നാണ് പറയുന്നത്. അതിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ ഗോപുരം ദേവന്റെ പാദത്തിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക സങ്കേതത്തിലാണ്, നമ്മളൊരു പ്രത്യേക മേഖലയിലാണ്, ഒരു കാന്തിക വലയത്തിലാണ് അകപ്പെടുന്നത് എന്നുള്ള തോന്നലോടുകൂടി ഭക്തിപുരസരം ഇതിനെ നിങ്ങൾ വേണ്ട രീതി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, കേവലം ഒരു വഴിപാട് കഴിക്കുന്ന ഒരു കേന്ദ്രമായി മാത്രം മാറ്റാതെ നമ്മുടെ എല്ലാവരുടെയും പുണ്യമായിട്ടുള്ളൊരു സങ്കേതമായി കണ്ടുകൊണ്ട് ഇതിന്റെ പിന്നിൽ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ ഒത്തിരി അറിവുകൾ ഇതിനകത്ത് ലഭിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ. അതിന് ഗുരുദേവൻ നമുക്ക് ഒരു വഴികാട്ടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഒരു ക്ഷേത്രം എങ്ങനെ വളരെ സിമ്പിളായിട്ട് ആനന്ദപീയൂഷനിദാനമാദി നാരായണം ശ്രീ ഗുരുമാശ്രയേഹം. ആനന്ദപീയൂഷനിദാനമാദി നാരായണം ശ്രീ ഗുരുമാശ്രയേഹം. ഓം
ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്വജംബുഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. കെട്ടാശ പൊട്ടുന്നോരട്ടഹാസത്തെയും എൻ പരമേശ്വരി കൈതോളും ദേവിയമ്മേ കെട്ടാശ പൊട്ടുന്നോരട്ട ഓം. താളം എടുത്തിരിക്കുന്നവർ ഓരോരുത്തരായിട്ട് ഈ സന്നിധിയിലേക്ക് എത്തുക. താളം എടുത്തിരിക്കുന്ന